പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ശ്രീനിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ വഴിത്തിരിവുകളാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത്. വിവാഹത്തിന്റെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി ശ്രീനിവാസൻ മുന്നിലേക്ക് പോയതിനെ തുടർന്ന് ഓൾറെഡി മകളുടെ വിവാഹം കഴിഞ്ഞു എന്നാണ് കാണുന്നത് എന്ന് ജ്യോത്സ്യൻ പറയുന്നു. പക്ഷേ ഇത് കേൾക്കുന്ന ശ്രീനി അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്ന് തുറന്നു പറയുന്നു. അവളുടെ വിവാഹം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും എങ്ങനെയാണ് വിവാഹം നടക്കുക? ഒരുപക്ഷെ തെറ്റുപറ്റിയതാകാം. അവളുടെ വിവാഹം വരുണുമായി നടത്താൻ പോവുകയാണ്. അതിനായിട്ടാണ് ഇവിടേക്ക് ജാതകം നോക്കുന്നതിനും മുഹൂർത്തം കുറിക്കുന്നതിനുമായി വന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അങ്ങനെയല്ല, എനിക്ക് കാണാൻ സാധിച്ചത് താലി കഴുത്തിൽ വീണിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഞാൻ ഒന്നുകൂടി നോക്കട്ടെ എന്ന് പറയുകയും ഇതേ തുടർന്ന് ഞാൻ പറഞ്ഞ കാര്യം സത്യം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു മുഹൂർത്തം കൂടി ഞാൻ കുറിച്ചു തരാം. അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് മുഹൂർത്തം വേറെ ഒന്ന് കുറിച്ചു കൊടുക്കുകയാണ്. ഇതോടെ വീട്ടിലേക്ക് തിരികെ എത്തുന്ന ശ്രീനിവാസൻ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു. ഇതേ സമയം മാനസയുടെ കാര്യങ്ങളെല്ലാം കണ്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൺമണി. കൺമണിയോട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ കൃഷും നിന്നുപോയത് ആന്റിയമ്മയെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഞാനറിയാതെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് കൺമണിയെ ചെന്ന് കാണുകയാണ് ആന്റിയമ്മ. എന്ത് പറ്റി കൺമണി? കൃഷുമായി അവിടെ ഒരു പ്രശ്നം വല്ലതും ഉണ്ടായോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇല്ല ആന്റിയമ്മ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് കയറി വരുമ്പോൾ കൃഷ് സാറിനെ കണ്ട് ഞെട്ടിപ്പോയി, അത്രയേയുള്ളൂ. ഈ കാര്യം പറഞ്ഞതിനെ തുടർന്ന് ഓ, ഞാൻ വിചാരിച്ചു എന്തു പറ്റി, നിങ്ങൾ രണ്ടാളും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കാണുമെന്ന്. എന്തായാലും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആന്റിയമ്മ പോയിരിക്കുകയാണ്. പക്ഷെ തിരികെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ട് ശ്രീനിവാസൻ മുന്നിലേക്ക് വരുന്നത്. കൺമണി, നിന്റെ വിവാഹത്തിന്റെ തീയതി ഞാൻ ഇന്ന് പോയി കുറിച്ചു. കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടക്കുകയാണ് എങ്കിൽ ഉടൻ തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് കേൾക്കുന്ന കൺമണിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. അച്ഛനോട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ ആ, അത് നല്ല കാര്യം തന്നെയാണ്. ഇവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ. ഇങ്ങനെ മാറ്റിവെച്ചിട്ട് യാതൊരു ഉപകാരവുമില്ലല്ലോ. വെറുതെ എന്തിനാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്? എല്ലാം വേഗം തന്നെ നടക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി വരികയും ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത് പോലെ ചെയ്യാമെന്നും മനോജേട്ടനോട് ഈ കാര്യം ഞാൻ പറയുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ ശ്രീനിവാസൻ മറ്റൊരു സംഭവം അവിടെ വെച്ച് ഉണ്ടായതായി പറയുകയാണ്. നിന്റെ കഴുത്തിൽ ഓൾറെഡി താലി വീണു എന്നാണ് ആ ജ്യോത്സ്യൻ പറഞ്ഞത്. അത് കേട്ട് ഞാൻ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി. പക്ഷേ അയാൾക്ക് തെറ്റുപറ്റിയതാകാനാണ് സാധ്യത, അല്ലേ മോളെ എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൺമണിക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. ആ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോവുകയാണ് കൺമണി. വിവാഹത്തിന്റെ തീയതി കൂടി ലഭിച്ചതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും? ആ ഒരു ചോദ്യമാണ് കൺമണിയെ ആകെ ഞെട്ടിക്കുന്നത്. ഇതിനിടയിലാണ് കൺമണിയെ തേടിക്കൊണ്ട് വീണ്ടും വരുണിന്റെ ഫോൺ കോൾ വരുന്നത്. ആദ്യം എടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും വീണ്ടും വീണ്ടും വിളിച്ചതിനെ തുടർന്ന് ഒടുവിൽ വരുണിന്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിരിക്കുകയാണ് കൺമണി. എന്താ വരുൺ എന്ന് ചോദിക്കുന്ന കൺമണിയോട്, അറിഞ്ഞില്ലേ, നമ്മുടെ വിവാഹത്തിന്റെ തീയതി വരെ ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അധികം വൈകാതെ നിന്നെ എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഞാൻ ആ കാര്യം ആലോചിച്ച് വളരെയധികം സന്തോഷത്തിലാണ്. ഇവിടെ ചെറിയ രീതിയിൽ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. വീടും
പരിസരവുമെല്ലാം ഇപ്പോൾ ഒന്ന് ശുചിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആ അതൊക്കെ നല്ല കാര്യം. പക്ഷെ ഞാനിന്ന് ടയേർഡാണ്. ഒരുപാട് ജോലി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കൺമണി ഇതേ തുടർന്ന് ഫോൺ കട്ട് ചെയ്ത് ഉറങ്ങാൻ കിടക്കുകയാണ് എന്ന് പറയുകയാണ്. ഇതോടെ എന്തോ അകൽച്ച തോന്നി തുടങ്ങുകയാണ് വീണ്ടും വരുണിന്. എന്നാൽ ഇതേ സമയം കൃഷിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും? കൃഷ് കെട്ടിയ താലി ഇന്നും അഴിക്കാൻ നോക്കിയപ്പോൾ അതരുത് എന്നുള്ള സൂചനയാണ് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണം? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഈശ്വര എന്നുള്ള ചിന്തകൾ മനസ്സിലേക്ക് കയറി വരികയാണ് കൺമണിയുടെ. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. മാനസയെ ചതിക്കുന്നതും ശരിയാണോ? എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നത് എന്നറിയാതെ കൺമണി ഇരിക്കുകയാണ്. ഇതേ സമയമാകട്ടെ കൃഷ് ഇനി ഞാനെന്ത് ചെയ്യും? അവളുടെ കഴുത്തിൽ കെട്ടിയ താലി അഴിക്കുന്നതിന് അവൾ ഇതുവരെ തയ്യാറായിട്ടില്ല. താലിയുടെ വില ഇപ്പോഴാണ് തനിക്കും മനസ്സിലായി തുടങ്ങിയത് എന്നും കൃഷ് തിരിച്ചറിയുകയാണ്. മാനസയാണ് എങ്കിൽ തനിക്കുമേൽ അധികാരം സ്ഥാപിച്ചുകൊണ്ടുള്ള നടപ്പാണ് ഇപ്പോൾ അതുതന്നെ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ ശരിയാകുന്നില്ല എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് സാഗർ കടന്നു വരുന്നത്. ഇതോടെ സാഗറിനോട് എന്താച്ച മുഖം വല്ലാതെ ഇരിക്കുന്നല്ലോ, എന്തു പറ്റി എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഓഫീസിലെ കുറെ ടെൻഷൻ ആണ് എന്ന് വ്യക്തമാക്കുന്ന സാഗർ ഇപ്പോൾ പുതിയൊരു മരണമാണ് നമുക്ക് എതിരായി വന്നിട്ടുള്ളത് എന്ന് തുറന്നു പറയുന്നു. ഇത് കേൾക്കുന്ന കൃഷ് എന്തിനും ഞാൻ കൂടെയില്ലേ, ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ പറഞ്ഞതിനെ തുടർന്ന് ബലരാമൻ ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിലേക്കും വന്നിട്ടുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് കൃഷിന്റെ അച്ഛൻ. ഈ കാര്യം കേട്ടത് കൃഷിനെ ഞെട്ടിക്കുകയും ഏത് മറ്റേ ബിസിനസ് ടൈക്കോണോ എന്ന് ചോദിക്കുകയാണ് കൃഷ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.